ഇത് കഴിഞ്ഞാൽ ഈ എഡ്ജിൽ കൂടെ ഒരു വരി ബോഗൻവില്ല, അതിൻ്റെ ബാക്കിൽ ആ ഡ്വാർഫ് നന്ദ്യാർവട്ടം, പിന്നെ നമ്മുടെ കോളാമ്പിച്ചെടി, അത് മൂന്നും കൂടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബോഗൻവില്ലകളുടെയൊക്കെ പൂക്കൾ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ് അടുത്തത് വരുന്നേ ഉള്ളൂ, പൂക്കൾ കുറവാണ്. ഈ നന്ദ്യാർവട്ട ചെടി ഉണ്ടല്ലോ, അത് നമുക്ക് ഗാർഡൻ എഡ്ജിങ്ങനെ നല്ല ചെടിയാണ് കേട്ടോ. അത് നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്താൻ പറ്റും, പൂക്കളും ഉണ്ടാവും എപ്പോഴും. ഇവിടെ കുറച്ച് ചെമ്പരത്തികൾ നട്ടിട്ടുണ്ട്. അതെല്ലാം ഓട് വേസ്റ്റായി കിടക്കുന്ന ഓടുകൾ എടുത്തിട്ട് വെറുതെ 4 എണ്ണം അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെൻ്റാക്കി കൊടുത്തതാണ്. കാരണം ഓടൊക്കെ ഇങ്ങനെ പുറത്ത് കിടന്നിട്ട് എല്ലാം വളഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റുക. അല്ലെങ്കിൽ അങ്ങനെ സിമെൻറ്റ് വെക്കാതെ തന്നെ അത് കറക്റ്റായിരിക്കും, അതിനെ ലോക്ക് ചെയ്ത് അങ്ങനെ വെച്ചാൽ മതി. എന്നാൽ അടിഭാഗത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ചട്ടിയുടെ പർപ്പസ് നടക്കുകയും ചെയ്യും. മഴ പെയ്താൽ ഇവിടെയൊക്കെ നിറച്ച് പുല്ല് മുളയ്ക്കും. ഇതിനൊരു ചട്ടിയുടെ ഉള്ളിൽ നിൽക്കണ പോലെ എനിക്ക് ഒന്ന് പൊങ്ങി നിൽക്കുമ്പോൾ അതിലത്ര പുല്ലുകൾ വളരില്ലല്ലോ, അതിന് വേണ്ടി ചെയ്തതാണ്. ഇവിടെ 5 ടൈപ്പ് ചെമ്പരത്തി ഉണ്ട് കേട്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്തതിൽ. ഇനി അവിടെ 3 എണ്ണം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നടാനുള്ളത് ചെമ്പരത്തി ഇരിക്കുന്നുണ്ട്, നട്ടിട്ടില്ല. ഇത് നോക്കൂ, മോർണിംഗ് ഗ്ലോറി, നിറച്ച് വയലറ്റ് പൂക്കൾ, എല്ലാ കാലത്തും പൂക്കളുണ്ടാവും. ഇതിനുള്ള ഈ ആർച്ച് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതെന്നാണ്, PVC പൈപ്പ് കൊണ്ട് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അതും കാണാം. ഈ ചെടിയും വളരെ ഈസിയാണ് കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. ഒരു ചെറിയ കട്ടിങ് എടുത്ത് നട്ടാൽ പിടിക്കാവുന്നതേ ഉള്ളൂ, വേറെ യാതൊരു ബുദ്ധിമുട്ടില്ല. എന്നും നല്ല പൂക്കളുണ്ടാവും ചെയ്യും. ഇവിടെ ഒരു പെറ്റൂണിയ വെച്ചിട്ടുണ്ട്, അത് വല്ലാണ്ട് വളർന്ന് നീണ്ടു വന്നപ്പോൾ മതിലിന് മുകളിൽ കയറ്റി വെച്ചതാണ്. അതേതാണ്ട് അതിന് എക്സ്പയർ ആവാറായി, ഇനി അത് നശിച്ചു പോവുകയുള്ളൂ. പുതിയ ചെടിയെ അതിൻ്റെ കമ്പുകളെടുത്ത് നട്ട് വളർത്താം നമുക്ക്. ഇവിടെ ഒരു ഗോൾഡൻ സൈപ്രസ് പ്ലാന്റ് ഉണ്ട്. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റാണ്. ഇതിനൊരു 100 വർഷത്തിലധികം പഴക്കമുണ്ട് കേട്ടോ. ഇതെൻ്റെ വീട്ടിൽ പണ്ട് പുളിഞ്ഞിട്ട് വെച്ചിരുന്ന പാത്രമാണ്. അതിന് അടിയിലൊരു ക്രാക്ക് വന്നപ്പോൾ അത് ഒഴിവാക്കിയപ്പോൾ ഞാൻ എടുത്തിട്ട് പോകുന്നതാണ് ചെടി വയ്ക്കാൻ. അതിൻ്റെ മുകളിൽ വേറൊരു ചട്ടിയിൽ ഈ ബോർഡർ ഗ്രാസാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിലൊരു സ്റ്റാർ ഷേപ്പുള്ളൊരു ഫ്ലവറും ഉണ്ടാവും. ഇനി ഈ സൈഡിലിങ്ങനെ കോളിയസ് പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ട്, പല കളറുടെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടെ ഒരു പെൻറ്റാനസ് പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ അടിയിലൊരു ജർബറ, അത് നാടൻ വെറൈറ്റിയാണ്, ഇങ്ങനത്തെ ചെറിയ പൂവാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ചൈനീസ് ബാൾസം. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ ഈ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യണതിൽ വയ്ക്കുന്ന ആ പ്ലാന്റാണ്. പെറ്റൂണിയ ഹാങ് ചെയ്തിട്ടുണ്ട്, നാടൻ പെറ്റൂണിയാണ്. അടുത്ത ഹാങ് ചെയ്ത പ്ലാന്റ് വാൻഡറിങ് ജൂ ആണ്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വൈകിട്ടോ, ഒരുപാട് ലെങ്ത്ത് വന്നു. സിറ്റ് ഔട്ടിൻ്റെ പ്ലാന്റ്സിനെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് കാണാം കേട്ടോ. ഇവിടെ കുറച്ച് ജെർബറ പ്ലാന്റ്സ് ആണ്, അതെല്ലാം പൂ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഈ ലണ്ടാന ഇപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ, പൂ വരാൻ തുടങ്ങിയുള്ളൂ. ഇത് വെളുത്ത ചെമ്പരത്തിയാണ് കേട്ടോ. ഇതൊരു ബാംബു ഓർക്കിഡാണ്. പിന്നെ ഈ സൈഡിലൊക്കെ ഷെയ്ഡിൽ വേണ്ട പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ വെയിൽ തട്ടിയ നാശമാകുമല്ലോ, ആന്തൂറിയങ്ങളെല്ലാം നിറച്ച് പൂത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് അധികം വെയിൽ തട്ടാത്തതുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നാടൻ വെറൈറ്റികളുണ്ട്, അതേപോലെ ഹൈബ്രിഡും ഉണ്ട്. ഇത് കണ്ടോ, ഇത് വയലറ്റാണ്, ഇത് ഹൈബ്രിഡാണ്, അതിൽ പൂ വന്നിട്ടില്ല. പിന്നെ ഈ സൈഡ് പീസ് ലില്ലിയാണ്. പീസ് ലില്ലിയുടെ പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂ ഇങ്ങനെയാണ് നിൽക്കുക, അടുത്ത പൂ വരുന്നുണ്ട്. പിന്നെ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഒരു ബോൺസായി കോക്കനട്ട് ട്രൈ ചെയ്തതാണ്, സക്സസ് ആവുമെന്ന് അറിയില്ല. ഇത് മോർണിംഗ് ഗ്ലോറിയുടെ വെറൈറ്റിയിൽപ്പെട്ട തന്നെ വള്ളിയായി പോവാത്ത ചെടിയാണ്. ഇതിന് പ്ലാന്ററിന് ഒരു പ്രത്യേകത ഉണ്ട്, നോക്കി നോക്കൂ. ഉണ്ട്, ഒരു പനയുടെ പീസാണ്. അതിൻ്റെ നടുഭാഗമൊക്കെ ചെതൽ പിടിച്ച് പോയപ്പോൾ അത് അവിടെ ഹോളായതിലും മണ്ണ് നിറച്ചിട്ട് വെറുതെ ഇത് വെച്ചതാണ്. ഇത് നമ്മൾ വീട് പണി സമയത്ത് ഉണ്ടാക്കിയ ടാങ്കാണ്. ഇത് ശരിക്കും ഒന്ന് പൊളിച്ച് കളയാനിരിക്കുകയാണ്. ഇത് ലീക്ക് തുടങ്ങിയപ്പോൾ അതിലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അതിൽ വാട്ടർ ലില്ലി ഇട്ടിട്ടുണ്ട്, അതിൽ നിറച്ച് പൂവുണ്ട്. ഇതിലും 2-3 കളേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിൽ മാത്രമേ പൂവുള്ളൂ, പക്ഷേ ചെടി പോയിട്ടൊന്നുമില്ല. അവിടെ ഉണ്ട് പിങ്കും, അതിൻ്റെ ഉള്ളിൽ ചെടിയുണ്ട്, പക്ഷേ പൂ വരുന്നില്ല. ഇതിലെന്നും ഈ ലൈറ്റ് ബ്ലൂവിലെന്നും പൂക്കളുണ്ടാവും, 2-3 പൂക്കളുണ്ടാവാറുണ്ട്. ഇവിടെയും 2 യൂഫോർബിയയുടെ വലിയ പ്ലാന്റ്സ് ഉണ്ട്. അത് ആ ടാങ്ക് മറയാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ടാങ്കിനെ കാണില്ലല്ലോ എന്നാലും. ഇത് ബ്രൈഡൽ ബൊക്കെ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് കണ്ടോ, ഇപ്പോൾ നിറച്ച് പൂക്കളുണ്ട്. കുറേ ദിവസം നിൽക്കും ഇതിൻ്റെ പൂവ്. ഏപ്രിൽ മാസം മുതൽ ഇതിൽ പൂക്കൾ വരും. നല്ല സ്മെല്ലുമാണ്.
പൂ കാണാൻ അത്ര വലിയ ഒറ്റ പൂവായിട്ട് നോക്കുമ്പോൾ അത്ര വലിയ ചന്തമൊന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ ഒരു ബഞ്ചായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതിൽ നിങ്ങൾക്ക് ചെറിയ തേനീച്ചകളെ കാണാം, നിറച്ച് തേനീച്ചകളുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേര് കാറ്റ് ക്ലോ എന്നാണ്. ഇതിലൊരു മഞ്ഞ പൂവാണ് വരിക. ഇതിൽ പൂ വിരിഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെ ആ പേര് വരാൻ കാരണം ഉണ്ടോ, ഇത് നോക്കി പൂച്ചയുടെ നഖം പോലെ കാറ്റ് ക്ലോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനത്തെ ഈ ക്ലോസ് ഇതിൽ ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇത് ശരിക്കും ഇതിന് മറ്റേ എന്തെങ്കിലും സപ്പോർട്ടിലേക്ക് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അങ്ങനെയാണ് ഇതിന് ഈ കാറ്റ് ക്ലോ പ്ലാന്റ് എന്നുള്ള പേര് വന്നിട്ടുണ്ട്. ഇതിൽ പൂക്കൾ വന്നാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യും, ഫോട്ടോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യും. ഇത് ഡെയ്സിയാണ് കേട്ടോ. ഇതിൽ നിറച്ച് പൂക്കൾ വരും, ഇല കാണാതെ പൂക്കളുണ്ടാവും. അപ്പോൾ നല്ല ചൂടാവുകൊണ്ട് പൂക്കൾ കുറച്ച് കുറവാണ്, നല്ല കുറച്ച് മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫോട്ടോ ഞാൻ കാണിക്കാൻ, ഇതിൻ്റെ മുമ്പത്തെ ഫോട്ടോ ഉണ്ട് മഴക്കാലത്തുള്ള ഫ്ലവേഴ്സ് ഉള്ളത്. ഇത് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയത് ഒരു പ്ലാസ്റ്റിക് ചട്ടിയിൽ കോൺക്രീറ്റിൽ ഒരു ഇരുമ്പ് കമ്പി ഇറക്കിയിട്ട് അതിൻ്റെ മുകളിൽ PVC പൈപ്പ് വെച്ചിട്ട് ആ കമ്പിയിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ഈ പോട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കമ്പിയൊന്നും നമുക്ക് കാണില്ല. ഇനി ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് ടർട്ടിൽ വൈനിൻ്റെ ഒരു ചെറിയ വെറൈറ്റിയാണ്. ഇതിങ്ങനെ ബോൾ പോലെ കവറാവും. അപ്പോൾ ഈ ചട്ടി ഇങ്ങനെ കാണാതെ ഇത് കവറാവാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. അത് വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ അടിയിലെ ചട്ടിയിലും അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെയും എന്തെങ്കിലും നടാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് സക്സസ് ആവുമെങ്കിൽ അവിടെയും കൂടെ നടാനുള്ള പ്ലാൻ ഉണ്ട്. ഷെയ്ഡ് വേണ്ട പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇവിടെ ഫിലഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. ഇത് ശരിക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആണ്, ക്രീപ്പിംഗ് ചാർലി എന്ന് പറയുന്നത്. ഇത് ഹാങ് ചെയ്തിട്ടിരുന്ന സമയത്ത് എന്തോ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിനെ പറിച്ച് വെറുതെ സാധാരണ ഒരു ചട്ടിയിലേക്ക് ആക്കി വെച്ചതാണ്. ഇപ്പോൾ അതൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. ഇനി അതിനെ ഹാങ്ങിങ് പോട്ടിലേക്ക് തന്നെ വെച്ച് ഹാങ് ചെയ്യണം. ഇവിടെ കലാത്തിയുടെ ഒരു വെറൈറ്റി ഉണ്ട്. അത് അവിടെ സിറ്റൗട്ടിൽ വെച്ചിരുന്നതാണ്. പക്ഷേ അതിങ്ങനെ നാശമായി പോണ കണ്ടപ്പോൾ പറിച്ച് മാറ്റി ഇങ്ങോട്ട് പുറത്തേക്ക് വെച്ചതാണ്. ഇപ്പോൾ അത് ശരിയായി വരുന്നുണ്ട്. ഇവിടെയുള്ള ചെടികളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാത്ത ചെടികളാണ് കേട്ടോ. വേറെ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി, ഭംഗിയാക്കാൻ വേണ്ടി കൂട്ടി വെച്ച ചെടികളാണ്. ഇവിടെ കുറച്ച് ചെടികൾ ഹാങ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ 2 ഹുക്കാണ് ഉണ്ടായിരുന്നത് വീടിൻ്റെ വാളിൽ. ആ ഹുക്കിലേക്ക് ഒരു പൈപ്പ്, ഇരുമ്പ് പൈപ്പ് വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ്. അതിലാണെങ്കിൽ നമുക്കിപ്പോൾ കുറേ ചെടികളെ ഹാങ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ കുറേ എണ്ണം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എൻജോയ് പോത്തോസ് ഉണ്ട്, ടർട്ടിൽ വൈനിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് വേരിഗേറ്റഡ് നിയോൺ പോത്തോസ്. അതിനടുത്ത് ടർട്ടിൽ വൈനിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ബ്രൗൺ കളേർഡാണ്. തൊട്ടപ്പുറത്ത് കണ്ടോ ബോളായിട്ട് വളരുന്ന പ്ലാന്റാണ്. അത് കഴിഞ്ഞാൽ ഇതുണ്ട്, അതിനൊക്കെ നല്ല ഭംഗിയാണ്. ടാങ്കിൾ ഹാർട്ട്, ഒരു സക്കുലൻ വെറൈറ്റി പ്ലാന്റാണ്. ഇത് നല്ല ഫ്ലഷി ലീഫാണ്, ഇതിന് നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊരു പരീക്ഷണമാണ്. ഇത് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നമ്മുടെ മരത്തിൻ്റെ മുകളിലൊക്കെ കാണുന്ന മരവാഴ അല്ലെങ്കിൽ വാൻഡ ഓർക്കിഡ് തന്നെയാണിത്. ഇതിൽ പൂ വരുമെന്നൊന്നും അറിയില്ല. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ട്രയൽ നടത്തിയതാണ്. ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് അത് പറിച്ച് വെച്ചിട്ട്. പക്ഷേ ഇതിൽ അത് ശരിയായി വന്നു കേട്ടോ. പുതിയ റൂട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൂ വരുമെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു തണ്ട് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പേസിങ്ങിലാണ് അടുത്ത ലീഫ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫിലഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിലൊക്കെ പുതിയ തൈ മുളയ്ക്കുന്നുണ്ട്. ഞാൻ വളർന്നു വരുന്നേയുള്ളൂ. ഒരു അഡീനിയം ചെടിയാണ്. ഇത് കൊമ്പ് പിടിപ്പിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അതാണ് അതിൻ്റെ വ്യത്യാസം. അങ്ങനെ കണ്ടോ, ഈ കാഡെക്സ് ഇല്ല. ഇവിടെ കണ്ടോ, നമ്മൾ വിത്ത് മുളച്ച് വരുമ്പോൾ ഇതിൻ്റെ ബേസ് ഇങ്ങനെ തടിച്ചിരിക്കും. ഇത് കുറേ കാലം പിടിക്കും അങ്ങനെ തടിച്ചു വരണമെങ്കിൽ. ഇതിനിപ്പോൾ നല്ല ഹൈറ്റ് വന്നു. ഇതിനെ പ്രൂൺ ചെയ്യണം, പൂ കഴിഞ്ഞിട്ട് വേണം പ്രൂൺ ചെയ്യാൻ. ഇത് ഡാൻസിങ് ലേഡി ഓർക്കിഡ്. ഇത് വീടിൻ്റെ പിന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഫ്രണ്ടിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അവിടെ നല്ല വെയിലായപ്പോൾ ബാക്കിലേക്ക് മാറ്റിയതാണ്. ഇത് മഴക്കാലത്ത് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഫ്ലവർ കുറവാണ്. ഈ പൂവ് ശ്രദ്ധിച്ച് നോക്കൂ. ഇതിന് ഒരു ഡാൻസ് ചെയ്യണ ഒരു പെൺകുട്ടിയുടെ ഷേപ്പാണുള്ളത്. അങ്ങനെയാണ് ഇതിന് ഡാൻസിങ് ലേഡി ഓർക്കിഡ് എന്ന് പേര് വന്നത്. ഇതിന് വരുന്ന ഒരേ ഒരു പ്രശ്നം എന്നുള്ളത്, ഇതിൻ്റെ ഈ ഫ്ലവർ സ്പൈക്സ് വരുമ്പോൾ അതിൻ്റെ ഒച്ചിൻ്റെ ശല്യം കൊണ്ട് അതൊക്കെ അവർ ഒച്ച് കടിച്ച് അതിൽ നിന്നും പൂക്കൾ വിരിയാണ്ട് പോണതാണ്. മഴക്കാലത്താണ് ആ ശല്യം സാധാരണ കാണാറ്. ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ അധികം പ്രശ്നം കാണാറില്ല. ഇത് നമ്മളുടെ നാടൻ നന്ദ്യാർവട്ട ചെടിയാണ് കേട്ടോ. ഇത് വീടിൻ്റെ പിൻഭാഗത്താണ്. യാതൊരു കെയറും കൊടുക്കാതെ വെറുതെ അതാ ചപ്പുകുപ്പയിൽ മുളച്ച പോലെ നിൽക്കുകയാണ്. വെള്ളം കൂടെ കൊടുക്കാറുണ്ടായിരുന്നില്ല.
മഴ പെയ്തപ്പോൾ ഇതിൽ നോക്കൂ നിറച്ചും മൊട്ടും ഇലയും പൂവും ഒക്കെ കൂടെ ഒന്നിച്ച് വന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പ് ഫ്രണ്ടിലേക്ക് പിടിപ്പിക്കാനുള്ള പ്ലാനുണ്ട്. അത് ഒരു കെയറും ഇല്ലാണ്ട് നന്നായി പൂവ് തരുന്ന ഒരു ചെടിയാണ്. ഇത് ഗാർഡനിൽ നല്ല ഭംഗിയായിരിക്കും. ഈ നന്ദിയാർവട്ടം നോക്കൂ, ഇത് കുറച്ച് തിക്കായിട്ട് പെറ്റൽസ് ഉള്ളതാണ്. ഇത് നിറച്ച് പൂക്കളാവും. ഇങ്ങനത്തെ നന്ദിയാർവട്ടങ്ങളൊക്കെ ബാക്കിൽ നമുക്കുണ്ടെങ്കിലേ ഓണത്തിന് നല്ല സുഖമാണ്. പൂക്കളം ഉണ്ടാക്കാൻ നമുക്ക് പൂവ് അന്വേഷിച്ച് എവിടെയും പോകണ്ട. നമ്മളുടെ ഈ നാടൻ പൂക്കളം കൊണ്ട് ഉണ്ടാക്കുന്ന പൂക്കളത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെടികളും കുറച്ച് നട്ടു വളർത്തിയാൽ അതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇത് കണ്ടോ, ഇത് കനകാംബരാണ്. ഇതൊക്കെ നമ്മളെ പണ്ടത്തെ ചെടികൾ. ഇതെല്ലാം പൂക്കൾ വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറുള്ള സ്പൈക്സ് കാണുന്നതൊക്കെ പൂക്കൾ വന്നു കഴിഞ്ഞതിൻ്റെ തണ്ടുകളാണ്. അതെല്ലാം ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇതിനൊന്നും നനയ്ക്കുക പോലും ചെയ്യാറില്ല. പക്ഷേ ഇതിനൊക്കെ നമ്മൾക്ക് ഫ്രണ്ടിൽ ഗാർഡനിൽ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ച് എന്നും നനയ്ക്കുകയോ ചെയ്താൽ നിറച്ച് പൂക്കളുണ്ടാവും തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, കണിക്കൊന്ന വിഷുവിനെ വരവേൽക്കാൻ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇലയൊന്നും ഇല്ലാണ്ട് നിറച്ച് പൂവ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മുല്ലവള്ളിയാണ് കയറിയിട്ടുള്ളത് കേട്ടോ. അത് ആ കോയമ്പത്തൂർ മുല്ലയാണ്. അതും ഇനിയിപ്പോൾ മഴ കിട്ടിയാൽ നിറച്ച് പൂക്കൾ വരും, നല്ല സ്മെല്ലുമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഔട്ട്ഡോറിൽ ഏതാണ്ട് 85% ചെടികളെയും കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഇതിപ്പോൾ നല്ല ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കെയറും കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ കെയറൊക്കെ പറഞ്ഞു തരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.